ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭാഗവത പുരാണത്തിലെ 9-ാം സ്കന്ധത്തിലെ 20, 21, 22, 23, 24 എന്നീ അധ്യായങ്ങളിലെ കഥ ചുരുക്കി ഒന്ന് സ്മരിച്ചിട്ട് ഈ കഥാഭാഗം ഭാഗവത കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം. ഭാഗവത കൈരളി ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് ഡോക്ടർ കെ പി കേശവൻ നമ്പൂതിരി മലയാള കാവ്യമായി രചിച്ച കൃതിയാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ യയാതിയുടെ കഥ പറഞ്ഞു, ദേവയാനിയുടെ കഥ പറഞ്ഞു. യയാതിയുടെ മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നല്ലോ പൂരു. ആ പൂരുവിൻ്റെ വംശം ആണ് പിന്നീട് പറയുന്നത്. ഈ 20-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. അതിൽ അനേകം രാജാക്കന്മാരുടെ അനേകം തലമുറയിലെ കഥയാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് രൈഭ്യൻ എന്ന രാജാവിൻ്റെ മകൻ ദുഷ്യന്തൻ എന്ന രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. ദുഷ്യന്തൻ്റെ കഥ ശാകുന്തളം കഥ, ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും കഥ പ്രസിദ്ധമാണ് മഹാഭാരതത്തിലെ. ആ കഥ വളരെ വിശദമായിട്ട് അനേകം ഭാഗവത പുരാണത്തിലെ കഥയിൽ നിന്നും വളരെ വ്യത്യാസം ഉണ്ട്, അതിൽ കാണാം. ദുഷ്യന്ത രാജാവ് ഒരു ദിവസം നായാട്ടിന് പോകുമ്പോൾ കണ്വാശ്രമത്തിൽ എത്തുന്നുണ്ട്. അവിടെ സുന്ദരിയായ ഒരു തരുണി നിൽക്കുന്നത് കണ്ടു. രാജാവിന് യുവതിയിലെ മോഹം ഉണ്ടായിരുന്നാണ്. യുവതിയോട് ചോദിക്കുന്നു, ഭവതി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാൻ വിശ്വാമിത്രൻ്റെയും മേനകയുടെയും പുത്രിയാണ്, ആശ്രമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. കണ്വമുനി അവിടെ സ്ഥലത്തില്ലായിരുന്നു. രാജാവ് 2 ദിവസം അവിടെ ആശ്രമത്തിൽ തങ്ങുന്നുണ്ട്. തനിക്ക് യോജിച്ച യുവതിയാണ് എന്നതുകൊണ്ട് തന്നെ ഗാന്ധർവ വിധി പ്രകാരം പരിണയം നടത്തി. 2 ദിവസം തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ശകുന്തള ഗർഭിണിയായി മകനെ പ്രസവിക്കുകയും ചെയ്തു എന്നാണ് ഭാഗവതത്തിൽ. അതേസമയം മഹാഭാരതത്തിൽ അങ്ങനെയല്ല. ശകുന്തള അതിനു മുമ്പ് തന്നെ അവിടെ ചെല്ലുമ്പോൾ രാജാവ് സ്വീകരിക്കുന്നില്ല, തിരിച്ചു വന്നു, പിന്നീടാണ് പ്രസവിക്കുന്ന കഥയൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഈ പുത്രനെ പ്രസവിച്ചു, കണ്ണൻ ആ പുത്രനെ ജാതകർമ്മമൊക്കെ ചെയ്തു, വിദ്യയൊക്കെ അഭ്യസിപ്പിച്ചു, പിന്നീടാണ് പുത്രനൊത്ത് രാജധാനിയിലെത്തുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഇത് എല്ലാം മറന്നുപോയ രാജാവ് ഈ ശകുന്തളയെ സ്വീകരിച്ചില്ല. അപ്പോൾ അശരീരി ഉണ്ടായതാണ്. അങ്ങയുടെ തന്നെ പുത്രനാണ്, സ്വീകരിക്കണം എന്ന അശരീരി ഉണ്ടായി, അതുപ്രകാരം സ്വീകരിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഈ പുത്രനായിരുന്നു ഭരതൻ. ആ ഭരതൻ തന്നെ നാരായണാംശം, മഹാവിഷ്ണുവിൻ്റെ അംശമായിരുന്നു. അതുപോലെ ദിഗ്വിജയവും ചക്രവർത്തിയായിരുന്നു. ഏറ്റവും നല്ല ഭരണം ഇദ്ദേഹത്തിന് അനന്തരാവകാശിയായി യോജിച്ച പുത്രന്മാരുണ്ടാവാഞ്ഞതിനാൽ ബൃഹസ്പതിയുടെ പുത്രനായ ഭരദ്വാജനാണ് പിന്നീട് രാജാവായത്. ഇത്രയും കഥയാണ് 20-ാം അധ്യായത്തിൽ ഉള്ളത്. 21-ാം അധ്യായത്തിൽ ഭരദ്വാജൻ്റെ വംശത്തിലെ അനേകം രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ രന്തിദേവൻ എന്ന ഒരു രാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. രന്തിദേവന് ദാനശീലൻ, എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിൽ വളരെ നിഷ്കർഷയുള്ള ആളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകി വന്നപ്പോൾ കൊട്ടാരത്തിലെ ധനമെല്ലാം തീർന്നുപോയി. അങ്ങനെ രാജാവിന് ധനമില്ലാതെ 48 ദിവസം ഭക്ഷണം ഉപേക്ഷിച്ച് തന്നെ കഴിയേണ്ടി വന്നു എന്നാണ്. അങ്ങനെ മൃതപ്രായനായി എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. ആ സമയത്ത് എവിടെ നിന്നോ ഭക്ഷണം കിട്ടി. എന്നാൽ കുടുംബസമേതം എല്ലാവരും കൂടി കഴിക്കാം എന്നുദ്ദേശിച്ച് ഇരിക്കുമ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ വരികയാണ്. ആ ബ്രാഹ്മണന് ഭക്ഷണം കൊടുക്കുന്നു. ബാക്കിയുള്ള ഭക്ഷണം കുറച്ചുണ്ട്. അത് കഴിക്കാനിരുന്നപ്പോൾ വീണ്ടും ഒരു ശൂദ്രൻ അവിടെ വരുന്നു. ശൂദ്രനും കൊടുത്തു. പിന്നീടാകെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ജലമേ ഉള്ളൂ. അപ്പോൾ അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചണ്ടാലൻ കുറച്ച് നായ്ക്കളുമായിട്ട് അവിടെ എത്തി ഞങ്ങൾക്കെല്ലാം ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിച്ചില്ലെങ്കിൽ താൻ മരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുകയാണ്. താനും കുടുംബവും മരിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വന്നത് മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മദേവനും ആയിരുന്നു എന്നാണ്. അവർ 3 പേരും അനുഗ്രഹിച്ചെന്ത് വരം വേണമെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. വരം വേണ്ട, ഭക്തിയാണ് തനിക്ക് ഏറ്റവും വേണ്ടത് എന്ന് പറഞ്ഞ് പിന്നീട് അനേകം കാലം രാജ്യം ഭരിച്ചു എന്നൊക്കെയാണ് കഥ. ഈ വംശത്തിലെ പിന്നീട് അനേകം രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട്. ഹസ്തി എന്ന രാജാവിൻ്റെ പേരിലാണ് ഹസ്തിനപുരം പിന്നീട് അറിയപ്പെട്ടത്. രാജാക്കന്മാർ ബ്രാഹ്മണരായി മാറി. പിന്നെ അവരുടെ തലമുറയിലെ കഥ പറയുന്നുണ്ട്. അഹല്യയുടെ കഥ. ഗൗതമൻ അഹല്യയുടെ ഭർത്താവാണല്ലോ ഗൗതമമുനി. ഗൗതമമുനിയുടെ പുത്രൻ ശതാനന്ദൻ, ശരദ്വാൻ്റെ മക്കളായി കൃപിയാണ് ദ്രോണാചാര്യരുടെ
പത്നിയായത്. കൃപരും പണ്ട് അവരുടെ കുരുവംശത്തിലെ ആചാര്യനായിരുന്നല്ലോ, കൃപാചാര്യൻ. ഇത്രയും കാര്യമാണ് 21-ാം അധ്യായത്തിൽ പറയുന്നത്. 22-ാം അധ്യായത്തിൽ വീണ്ടും ഈ വംശ പരമ്പരയുടെ കഥയൊക്കെ പറയുകയാണ്. മഹാഭാരതത്തിലെ പ്രസിദ്ധരായ അനേകം പേരുടെ കഥ ഇവിടെ പറയുന്നുണ്ട്. ദ്രുപദൻ്റെ പുത്രിയായി ദ്രൗപദി, ധൃഷ്ടദ്യുമ്നൻ, അതുപോലെ ചേതി രാജാക്കന്മാർ, ബൃഹദ്രഥൻ, ജരാസന്ധൻ, ശന്തനു, ഭീഷ്മർ, ചിത്രാംഗതൻ, വിചിത്രവീര്യൻ, അങ്ങനെ അവരുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. കാശ്യരാജ സുതകളായ അംബിക, അംബാലിക ഇവരെയാണ് വിചിത്രവീര്യൻ വിവാഹം കഴിക്കുന്നത്. അവർക്ക് പുത്രന്മാരില്ലാത്തതുകൊണ്ട് വേദവ്യാസ പുത്രന്മാരായിട്ട് ധൃതരാഷ്ട്രരെ, പാണ്ഡു, വിതുരർ ഇവരുണ്ടാകുന്ന കഥ. ദുര്യോധനാദികളായ 100 പുത്രന്മാർ ധൃതരാഷ്ട്രക്കുണ്ടാകുന്നു. ദുശ്ശള എന്ന പുത്രി ഉണ്ടാകുന്നു. അതുപോലെ പാണ്ഡുവിൻ്റെ പുത്രന്മാർ എന്നുള്ള നിലയിൽ പാണ്ഡുവിന് പുത്രന്മാർ ഉണ്ടാകുകയില്ല എന്നുള്ളതുകൊണ്ട് ധർമ്മദേവന്, വായുദേവന്, ഇന്ദ്രൻ ഇവർക്ക് കുന്തിദേവിയിൽ യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ എന്നിവരുണ്ടാകുന്നു. അതുപോലെ മാദ്രിയിൽ നകുലൻ, സഹദേവൻ എന്നിവരുണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. ദ്രൗപദിക്ക് 5 പുത്രന്മാർ, പ്രതിവിന്ധ്യൻ, ശ്രുതസേനൻ, ശ്രുതകീർത്തി, ശതാനീയൻ, ശ്രുതകർമാവ് എന്നീ പുത്രന്മാരുടെ ഉണ്ടായ കഥ പറയുന്നു. വീണ്ടും ഈ പാണ്ഡവർക്ക് യുധിഷ്ഠിരന് ദേവകൻ എന്ന പുത്രനുണ്ടാകുന്നുണ്ട്. ഭീമന് ഘടോത്കജന്, സർവഗതൻ, അങ്ങനെ 2 പേര് വേറെ പത്നിമാരിലാണ്. സഹദേവന് സുഹോത്രൻ എന്ന പുത്രന്, നകുലിന് നിരമിത്രൻ എന്ന പുത്രന്, അർജുനൻ ഇരാവാൻ, ബഭ്രുവാഹനൻ എന്നീ പുത്രന്മാർ. ഇങ്ങനെ അത് മറ്റ് പത്നിമാരില്ല, പഞ്ചാലിയിലല്ല. ശ്രീകൃഷ്ണൻ്റെ തന്നെ സഹോദരിയായ സുഭദ്രയ്ക്ക് അർജുനൻ വിവാഹം കഴിക്കുമ്പോൾ പുത്രനായി അഭിമന്യു ഉണ്ടാകുന്ന കഥ പറയുന്നു. അഭിമന്യുവിൻ്റെ പുത്രനാണല്ലോ പരീക്ഷിത്ത്. അപ്പം ശ്രീശുഖം പറയുന്നുണ്ട്, അങ്ങയുടെ പുത്രൻ ജനമേജയൻ ഇനിയും അങ്ങയെ തക്ഷകൻ ദംശിച്ചത്, അതിനാൽ സർപ്പയജ്ഞം നടത്തും. ആ കഥ പറയുന്നുണ്ട്. പിന്നീടും അനേകം തലമുറയിലെ രാജാക്കന്മാരുടെ പേരും അവരുടെ പ്രത്യേകതകളും പറഞ്ഞു പോകുന്നുണ്ട്. ക്ഷേമകൻ എന്ന രാജാവ് വരെ ഉള്ള ചരിത്രം പറയുന്നുണ്ട്. മഗധ രാജാക്കന്മാരുടെ തലമുറകളിലെ കഥ പിന്നെ പറയുന്നുണ്ട്. അതെല്ലാം 22-ാം അധ്യായത്തിൽ പറയുകയാണ്. 23-ാം അധ്യായത്തിലും ഈ അനേകം രാജവംശങ്ങളുടെ കഥ തന്നെയാണ് പറഞ്ഞു വരുന്നത്. രോമപാദൻ, ദശരഥൻ എന്നുള്ള, അത് മറ്റേ ഇതിലെ ദശരഥനല്ല, രാമായണത്തിലെ ദശരഥനല്ല, യയാതിയുടെ തന്നെ ജ്യേഷ്ഠപുത്രനായ യദുവിൻ്റെ വംശം പറഞ്ഞു വരുന്നുണ്ട്. യദുവംശത്തിലാണല്ലോ ശ്രീകൃഷ്ണൻ്റെ അവതാരം. ഏറ്റവും പുണ്യ നിറഞ്ഞ വംശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അവതാരം നാരായണാംശമായ നാരായണൻ്റെ പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജനനം കൊണ്ട് ഈ വംശം തന്നെ പ്രസിദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് കർണനെ എടുത്തു വളർത്തിയ അതിരഥൻ്റെ കഥയൊക്കെ പറയുന്നുണ്ട്. വൃഷ്ണി വംശം എന്നും യദുവംശം എന്നും പറയും. അതൊക്കെ ഈ വംശത്തിലെ പ്രസിദ്ധമായ രാജാക്കന്മാരുടെ പേര് കൊണ്ട് പറയുന്ന കഥയാണ്. അങ്ങനെ യദുവംശത്തിൻ്റെ കഥയുടെ തുടക്കം ഈ 23-ാം അധ്യായത്തിലാണ്. 24-ാം അധ്യായത്തിൽ വീണ്ടും യദുവംശത്തിലെ ആ വംശപരമ്പര ഇങ്ങനെ പറയുകയാണ്. യുയുധാനൻ, സാത്യകി തുടങ്ങിയവരുടെ കഥയുണ്ട്. ശോഭൽക്കൻ്റെ പുത്രനായി അക്രൂരൻ ഉണ്ടാകുന്നുണ്ട്, അത് പറയുന്നുണ്ട്. ഉഗ്രസേനൻ്റെ കഥ പറയുന്നുണ്ട്. ഉഗ്രസേനൻ്റെ പുത്രനാണല്ലോ കംസൻ. പിന്നെ ദേവകിയെ വസുദേവരെ ഈ വംശത്തിലുള്ള വസുദേവർ വിവാഹം കഴിക്കുന്ന പറയുന്നുണ്ട്. ശതധന്വാവ്, കൃതവർമാവ്, ശൂരസേനൻ്റെ പുത്രനായ വസുദേവർ. രാമൻ്റെ കഥ, ബലരാമൻ ഈ വസുദേവരുടെ തന്നെ പുത്രനാണല്ലോ. പക്ഷേ താമസിച്ചത് നന്ദഗോപരുടെ അവിടെ ആണെങ്കിലും വസുദേവരുടെ 7ാമത്തെ പുത്രനായിട്ട് ജനിച്ചിട്ട് രോഹിണിയിലേക്ക് മാറ്റി എന്നൊക്കെ കഥയുണ്ടല്ലോ. ഇത്രയും കഥയാണ് ഈ 24-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ തന്നെ യഥാ യഥാ ഹി ധർമ്മസ്യ ക്ഷയോ വൃദ്ധിശ്ച പാപ്മനഃ തദാതു ഭഗവാൻ ഈശ ആത്മാനം സൃജതേ ഹരിഹി എന്ന് നമ്മൾ ആ ഭഗവത്ഗീതയിൽ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം എന്നുള്ള അതിന് സമാനമായ ഒരു വരി ഇവിടെ പറയുന്നുണ്ട്. അത് ധർമ്മത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ശ്രീകൃഷ്ണൻ്റെ അവതാരം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭഗവാന്റെ ജന്മകർമ്മ മഹത്വങ്ങളെ അതിൻ്റെ വിശദമായ വർണ്ണനയോടുകൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഈ സ്കന്ധം അങ്ങനെ തീർന്നിട്ട് അടുത്ത സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭാഗവത പുരാണത്തിലെ 10ാം സ്കന്ധത്തിലാണല്ലോ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ പ്രാരംഭമാണ് ആദ്യത്തെ 2 അധ്യായങ്ങളിൽ. ഇത്രയും കഥാഭാഗം ഭാഗവത
കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് വായിക്കാം. കഥാഭാഗം ഭാഗവതപുരാണത്തിലെ വായിക്കുന്നത് ഡോക്ടർ കെ മാലതി ദേവിയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശകുന്തളോപാഖ്യാനം. ദുഷ്യന്തനാമക നൃപൻ നൃപപൂരുവംശേ ദുഷ്യന്തമാനരസരാജവിരാജമാനൻ പുഷ്യത് യശോ വിസരശോഭിതനത്ര ജാതൻ വിശ്വവിശാലകരശീതളരാജരാജൻ പുണ്യസ്രവസ്സൊരു ദിനം മൃഗയാ വിനോദേ കണ്വാശ്രമം സമുപഗമ്യ മൃഗാനുസാരി വിണ്ണിന്റെ കാന്തി ഒഴുകുന്ന ശകുന്തളാഖ്യാം കണ്ണിന്നു ചേരും അമൃതാഞ്ജനമത്ര കണ്ടൻ. കണ്ടോരു നേരമനുരാഗതരംഗമുണ്ടായി തണ്ടാർശരന്റെ ശരമേറ്റവർ രണ്ടുപേരും പണ്ടാറണിക്കുഴലിയാൾ മുനി തന്നെ ഭാവേ വേണ്ടുന്ന പോലെ അതിഥി സൽകൃതി ചെയ്തു ദാരം. ഏണീ വിലോചന വിലോകന കാന്തി കൊണ്ടും വാണീ വിലാസമധുരാർദ്രമധൂളി കൊണ്ടും ശ്രേണീ സമുല്ലസിത വിഭ്രമശോഭ കൊണ്ടും ശ്രോണീഭരാലസവിലാസിനി സൽക്കരിച്ചാൾ. ഗാന്ധർവമായുധവഹിച്ചതിസുന്ദരീം താം ഗന്ധർവനപ്സരസമെന്നതുപോൽ നൃപേന്ദ്രൻ സന്ധിച്ചു ഹോമവിധിയും വിധി പോൽ നടത്തി സ്വന്തം ഗൃഹത്തിൽ അവനെത്തിയ മോഹവീര്യൻ. കാലേ കലേശകല പോലെ വിലാസമേലും ബാലൻ പിറന്നു കലയാ കലിതൻ കുലേശൻ. കാലേ ചകാര സകലം മുനിമൗലിചാലേ ബാലോചിതം വിമല സംസ്കൃതിശീലമൂലം. പുത്രീ വിലാപകലുഷാന്തരനായ കണ്വൻ പുത്രേണ സാഗമഥതാം വിരഹാഗ്നിദഗ്ധാം ഭർത്താവു തന്റെ സവിധത്തിലയച്ചനന്ദ ഭർത്താവു ഹന്ത സസുതാം നിരസിച്ച ഹോതാം. ശ്രുത്വാ മഹീശന ശരീരി മഹാനുഭാവൻ സ്മൃത്വാ തദീയചരിതം ച ശകുന്തളാം താം കൃത്വാ സ്വകീയ മഹിഷീം ഭരതായ രാജ്യം ദത്വാ സുതായ വനമാപവയോ വിവൃദ്ധൻ. ഭാരേതരം ഭരതഭൂപതി ഭൂരി തേജോ വാരാശി വീര്യജലരാശി പരം ഭരിച്ചൻ. സ്വരാജ്യമിന്ദ്രൈവ സാന്ദ്രസുഖം സ്വരാജ്യം പാരാത വിക്രമിത ഭാരത ചക്രവർത്തി. രന്തിദേവചരിതം. സന്താനരത്നമഥ സംഹൃതിങ്കലുണ്ടായി ദാന്തൻ സുഗന്ധചരിതൻ ഭരതന്റെ വംശേ. സന്താനശാഖി സദൃശൻ യശസാ വിശാലൻ സന്ദീപ്ത ശീതളകരാകൃതിരന്തിദേവൻ. ദീനർക്കു ഗോധനധനാദിയുടന്നപാനം ദാനങ്ങൾ ചെയ്ത അതിദരിദ്രത കൊണ്ടുഭൂപൻ. ദീനത്വമാർന്നിതുപവാസ ദിനങ്ങളാലേ നൂനം ജനാർദ്ദനമയം ജഗദിക്ഷമാണൻ. അന്നാൾ ദിനങ്ങൾ ഒരു 48 ഒന്നിച്ചുന്നിദ്രമായി ഉപവസിച്ചു കുടുംബമെല്ലാം ഉണ്ണാനൊരുങ്ങി പുനരന്നമൊരൽപ്പമപ്പോൾ നന്നായി ബുഭുക്ഷിതനൊരന്തണനത്ര വന്നൻ. അന്നം കൊടുത്തവനു തൃപ്തി വരുത്തിനാനമ്മന്നൻ സമാന മനസാ സഹരന്തി ദേവൻ. പിന്നുണ്ണുവാൻ തദവശിഷ്ടമൊരുങ്ങിടുമ്പോൾ മുന്നിൽ പതിച്ചിതൊരു ശൂദ്രനുമന്നകക്ഷി. കാരുണ്യമോടതിലൊരർത്ഥമവനു നൽകിയിട്ടോരുന്ന നേരം അവശിഷ്ടമതാഹരിപ്പൻ. പാരം വിശന്നു വലയും ബഹുനായ്ക്കളോടൊത്താരോ കരഞ്ഞഥ വരുന്നതു കണ്ടു ഭൂപൻ. ശേഷിച്ചൊരന്നമതവർക്കു കൊടുത്ത ശേഷം തോഷിച്ചവൻ പരം അവർക്കു നമസ്കരിച്ചാൻ. ശേഷിച്ചു കിഞ്ചന ജലം പുനരായതേറ്റം ശേഷിച്ച നാവതു നനപ്പതിനായെടുത്തൻ. ദാഹപ്രരോദനരവം പതിതസ്യ ദൂരേ ദാഹേന മോഹവിവശൻ സഹസാ ശ്രവിച്ചാൻ. ദേഹം സ്വകം സ്വജനവും ബത വിസ്മരിച്ചാൻ. സോഹം ധിയാ ജലവുമായ അവനേകി ധീരൻ. ഏവം ത്യജിച്ച
ചനശനേന ശരീരബന്ധം ഭാവേ നിവേശ്യ ഭഗവത്പദപങ്കജാതം ദേവം നിരീക്ഷ്യ നയനേന സ വാസുദേവം ദേവാധിവാസമവിശൽ സ്വജനേന സാകം. ഊരുവംശം. പൂരോരഥപ്രഥിതവംശപരമ്പരായാം പാരം പ്രശസ്തിതനു ശന്തനുതന്തനൂജൻ വീരൻ വിചിത്രചരിതേന വിചിത്രവീര്യൻ പേരാളുമംബരധുനീസുതനും പ്രജാതൻ ചിത്രംബരാശരസുതേന വിചിത്രവീര്യക്ഷേത്ര പ്രസൂതധൃതരാഷ്ട്രജരും ജനിച്ചാർ. തത്രൈവ തൽ സഹജ പാണ്ഡുപരിഗ്രഹത്തിൽ പുത്രപ്രകാണ്ഡരമരാംശജ പാണ്ഡവന്മാർ. യദുവംശം. ശ്രേഷ്ഠൻ യയാതിസുതനാം യദുവിന്റെ വംശേ ശ്രേഷ്ഠൻ ജനിച്ചു കൃതവീര്യസുതൻ സുവീര്യൻ. പ്രേഷ്ഠൻ തദീയസുതനാം മധു തൽസുതാനാം ജ്യേഷ്ഠൻ ബലിഷ്ഠൻ അതിവിശ്രുത വൃഷ്ണിനാമ തദ്വംശജാതനഥ ശൂരനതീവ ശൂരൻ തദ്വത്തദീയസുതനാനകദുന്ദുഹിക്കും തദ്യോഗമാർന്ന സഹധർമ്മിണി ദേവകിക്കും സദ്യോഗമായും അവതാരമെടുത്തു കൃഷ്ണൻ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.